അനിൽ എന്നല്ലേ പേര്? കൃഷ്ണദാസിന്റെ മകൻ. എന്നെ അറിയോ? അറിയാം, എല്ലാം അറിയാം. എല്ലാം അറിയില്ല, അതുപോട്ടെ. വിജയ് എന്ന കുട്ടിയായിട്ട് നിങ്ങൾ എങ്ങനെയാ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഉണ്ട്. കാരണം എന്നെയും അവളെയും ചുമന്നത് ഒരേ ഗർഭപാത്രമായതുകൊണ്ട്. പറയൂ, എന്താ നിന്റെ ഭാവം? ഷീസ് പ്രഗ്നന്റ്. നാട്ടിൽ ഇതുപോലെ എത്ര പേര് പ്രഗ്നന്റ് ആവുന്നു? അതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാൽ? പക്ഷെ ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഓ, സഹോദര സ്നേഹം. പെങ്ങടെ ഗർഭത്തിന് ഒരു തന്തയെ തിരക്ക് നടക്കുന്ന സഹോദരൻ. ആ സഹോദരന്റെ തന്ത ആരാണ് നായക്കോ ഈ ലോകത്തിന് ഇന്നും അറിയില്ല. ഇതെന്ത് വിക്രമാദിത്യൻ കഥയോ? സ്റ്റോപ്പ് ഇറ്റ്. പണ്ട് തള്ള ചെയ്ത് ഇന്ന് മോള് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അധോലോക സാമ്രാജ്യത്തിന് പാരമ്പര്യം അനുസരിച്ച് പുതിയ അനന്തരാവകാശം കിട്ടാൻ പോവല്ലേ? നിർത്തടാ. നീ പറഞ്ഞതും പരിഹസിച്ചതും മുഴുവൻ ഞാൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്നോ? അവളുടെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ നാവ് ഞാൻ പിഴുതെടുത്തനെ. അനിൽ, ഇനിയും സമയം തരാം. ഒന്ന് ആലോചിച്ചു നോക്ക്. അവളുടെ ജീവിതം നീ നശിപ്പിക്കരുത്. ഒന്നും ആലോചിക്കണ്ട. പെങ്ങൾക്ക് വേറെ ആളെ നോക്കിയാൽ മതി. അവളും ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്ക് അവിടെ അറിയാനും വയ്യ. ഇന്ന് നിനക്ക് ഇവിടെ അറിയില്ലല്ലേ? ഇന്നല്ല, എന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ഗുണ്ടായിസൊന്നും എന്റെ അടുക്ക് വേണ്ട. പെങ്ങള് പഴിച്ചതിന് വഴി കാണുന്നതിനൊക്കെ എടുത്ത് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടയർ ഊരി വിടുമ്പോ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. നീ അധികം സംസാരിക്കരുത്. ചൂടാകാതെ മിസ്റ്റർ അലക്സാണ്ടർ. കോളേജിൽ ചോരത്തിറപ്പുള്ള ധാരാളം ആമ്പിളരുണ്ട്. അവരുടെ ആരെങ്കിലും വരും കൊച്ച്. സത്യം പറയണി, ആരുടെ കൊച്ച്? അവക്ക് വന്നാൽ നിശ്ചയമല്ല. അലക്സേ, ആ കുട്ടി ആത്മഹത്യ ചെയ്തു.
മോനെ മോളെ വിജി സൂയിസൈഡ് ചെയ്തു. അതാണ് വേണ്ടത്. ഒരു ശല്യം കിട്ടിയില്ലേ? അല്ലേ ഞാൻ ചീറ്റ് ചെയ്തു, വഞ്ചകനാണ്, കൊലപാതകയാണെന്നൊക്കെ പറഞ്ഞ് അവള് പറഞ്ഞ ചെറുതിനെ ഏൽപ്പിക്കില്ല. കാര്യം കാണാൻ നമ്മൾ അതും ഇതൊക്കെ പറഞ്ഞേ. കല്യാണം കഴിക്കാവുന്ന മഹാറാണിയാക്കാന്നൊക്കെ പറയും. But she was sincere to you. ആർക്ക് വേണ്ട അവളുടെ സിൻസിയറിറ്റി? അനിൽ, be careful. അവളുടെ ആളുകൾ വെറുതെ ഇരിക്കുന്നതായിരിക്കണ്ട. ആര്? ഐജിയോ അതോ ദ ഗ്രേറ്റ് അലക്സാണ്ടറോ? ഓ പറയാ. What do you want, Mr. Alexander? എനിക്ക് വിലപ്പെട്ടൊരു ജീവൻ നഷ്ടപ്പെട്ടു. നീ കാരണം. എനിക്കത് തിരിച്ചു വേണം. Will you give it back? Or you want it back? No. ലക്ഷ്മി, നീ കൂടി തളർന്നാൽ ഞാൻ ആകെ തകർന്നു പോകും. ആശ്വസിക്കാനും ആശ്വസിപ്പിക്കാനും നമുക്കിന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം വിധിയാണെന്ന് വിശ്വസിക്കും. ക്ഷമിക്കാതിരിക്കും. കൃഷ്ണദാസൻ എന്താ ഇവിടെ വേണ്ടത്? ഒരു കാര്യം അറിയണം. അനിലിനെ കൊന്നത് നിങ്ങളാണോ അതോ അലക്സാണ്ടറെ കൊണ്ട് ചെയ്യിച്ചതോ? ചെയ്യേണ്ട ഞാൻ തന്നെ ആയിരുന്നു. സത്യം പറയൂ. നിങ്ങൾക്കറിയില്ലേ അലക്സാണ്ടറാണ് അവനെ കൊന്നതെന്ന്? അതിനതൊക്കെ തെളിവുകളില്ല. തെളിവുകൾ എങ്ങനെയുണ്ടാവും? ഭാര്യയുടെ സീമന്തപുത്രനല്ലേ അവൻ? പോകയാണ്. അവനോട് ആ അലക്സാണ്ടറോട് പറഞ്ഞേക്ക് കൃഷ്ണദാസ് ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. എനിക്ക് എന്താ ലക്ഷ്മി? എനിക്ക് അവനെ ഒന്ന് കാണണം.
ആര്? അലക്സാണ്ടർ? ആ, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അമ്മ ഇല്ല. ഞാൻ എന്നും അനാഥനായിരുന്നു, ഇന്നും. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങളുടെ കണക്ക് തീർക്കേണ്ട ബാധ്യത എനിക്കില്ല. കണക്കും കടപ്പാടും ആവശ്യപ്പെട്ടല്ല ഞാനിവിടെ വന്നത്. വിജിയുടെ മരണം അവളെ ആകെ തളർത്തിയിരിക്കുകയാണ്. ആ ഷോക്കിൽ നിന്ന് അവളിനി രക്ഷപ്പെടുമെന്ന് സംശയം. അവളുടെ അവസാനത്തെ ആഗ്രഹമാണ് നിന്നെ ഒന്ന് കാണണമെന്ന്. അതുകൊണ്ട് മാത്രമാണ് വരാൻ പാടില്ലെങ്കിൽ കൂടി ഞാൻ വന്നത്. നിനക്കവൾ എന്തായാലും എനിക്കവൾ എന്നും ശക്തിയായിരുന്നു. എന്നെ ഞാനാക്കിയത് അവളായിരുന്നു. എന്നെ അലക്സാണ്ടർ ആക്കിയതും ഈ നിലയിൽ എത്തിച്ചോ അവർ തന്നെയാണ്. അല്ല, അമ്മ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുത്തൻ ക്രിമിനൽ ആകണമെന്നില്ല. ഒരുവന്റെ ബേസിക് ടെൻഡൻസി, ജന്മവാസന, അതാണ് അവനെ ക്രിമിനലാക്കുന്നത്. അതിന് അവളല്ല കുറ്റക്കാരി. എന്നിട്ടും നിന്നെപ്പറ്റി ഓർക്കാത്ത, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും അവൾക്കുണ്ടായിരുന്നില്ല. നീ ഓടിപ്പോയത് അവളുടെ തെറ്റാണ്. അവൾ ഒരു തെറ്റേ ചെയ്തുള്ളൂ, നിന്നെ പ്രസവിച്ചു. അതിന് എത്രയോ ജന്മത്തേക്കുള്ള പ്രായശ്ചിത്വം അവൾ ചെയ്തു കഴിഞ്ഞു. ജീവിതം അത്രമാത്രം അവളെ ശിക്ഷിച്ചു. ആദ്യം നിന്റെ രൂപത്തിൽ, പിന്നീട് ഇപ്പോ വിജി. ഇഷ്ടമുണ്ടെങ്കിൽ വരിക. ഈ ബന്ധത്തിന്റെ ബാധ്യത ചിലപ്പോ പിന്നീട് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. വരട്ടെ. അവൻ വരില്ല ലക്ഷ്മി. നിങ്ങൾക്കെങ്കിലും അറിയാമോ എന്റെ അച്ഛനാരാണെന്ന്? 4 പേരുടെ മുന്നിൽ വെച്ച് നാട്ടുകാർ കേൾക്കി എന്നെ മോനെ എന്ന് വിളിക്കണം. മോനെ,